അരുണേ, ഈ ജോബിനോട് എനിക്കൊരു പ്രത്യേക വാത്സല്യമുണ്ട്. കുട്ടനാട്ടുകാരനായോണ്ടല്ലേ? ആ, സംശയം. ഞാൻ ആലപ്പുഴക്കാരനാണ്. നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സൗമ്യമായ പ്രാദേശികവാദം പറയുന്നത് അതുകൊണ്ടല്ല, സൗമ്യമായും സ്ഥിരമായും. അതല്ല, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പൊ ജോബ് പാടുമ്പോഴൊക്കെ ജോബ് തലയെടുത്ത് ഉയർത്തിയ പാടുക, അതും വളരെ ഹൈ പിച്ചിലുള്ള പാട്ടുകൾ പാടും. ഇത് പൊതുവെ കുട്ടനാടുകാരുടെ ഒരു ശക്തി പാടുന്നതിനകത്ത്. അത് ഈ പാടുന്ന രീതിക്കുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പാരമ്പര്യമായിട്ട് വരുന്നതായിരിക്കും. അച്ഛനൊക്കെ പാടുവോ? അല്ലെ, കൈനേരിക്കാർക്ക് പിന്നെ പാട്ടൊക്കെ കൂട്ടത്തിലുള്ളതാ, പാട്ടും താളവും. നമുക്കൊരു ഡിബേറ്റ് നോക്കിയാലോ, ഉണ്ണിസാറും ജോബും കൂടെ? എനിക്ക് പ്രയാസം. അല്ല, കൈനേരിയാണ് പാരന്റ്സ് ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നത്. പിന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ കുട്ടനാടിന്റെ താളം എപ്പോഴെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ട്? ഉറപ്പായിട്ടും ഉണ്ടല്ലോ. പിന്നെ ഞാൻ നെടുമുടി വേണുങ്ങളായിട്ട് വളരെ അടുപ്പമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനും ഞാനും ആത്മമിത്രങ്ങളാണ്, വീടടുത്താണ്. അപ്പം അദ്ദേഹമായിട്ടുള്ളൊരു ഒത്തിരി ഇന്ററാക്ഷൻ ഉള്ളതാണ്. ഞാൻ ഭാഗ്യമുള്ള ആളാണ്. ഉറപ്പായിട്ടും വരും. പിന്നെ കാവാല സാറുമായിട്ട് കുറെ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത്തരം ശീലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കമ്പോസ്? മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാൻ എന്ന ഭാവം മാഞ്ഞേ, മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ, ഞാൻ എന്ന ഭാവം മാഞ്ഞേ. ഇത് കാവാലം സാറിനും നെടുമുടിയങ്കിലും ഡെഡിക്കേറ്റ് ചെയ്തതാണ്. അതെ, എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടൻ എഴുതിയിരിക്കുന്നത്. അദ്ദേഹവുമായിട്ടുള്ള, അതായത് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സ്ഥാനീയൻ എന്ന് പറയാവുന്ന തരത്തിലേക്ക് ചേട്ടനെ പോലെയാണ്. ഈ ഭാവത്തിന് സമർപ്പിച്ചത് ഗുരുക്കന്മാർക്കാണ്, ഗുരുസ്ഥാനീയർക്കാണ്. അപ്പോൾ അങ്ങനെ ചേർത്ത് വെക്കുന്ന ജോബിന്റെ ഈ ഒരു യാത്രയിൽ പ്രചോദനമായ കുറച്ച് ആളുകൾ ഉണ്ടാകുമല്ലോ സാധാരണ അഭിമുഖം. ഞാൻ പറയാം, വേണുങ്ങളും കാവാല സാറ്, എൻ്റെ മാഷ് സുരേന്ദ്രൻ മാഷ്, പെരുമ്പാവൂർ സാറ്, ഒത്തിരി ഗുരുക്കന്മാർ. ഇപ്പോൾ നമ്മളെ വിട്ടുപോയ 3 പേരാണ് എന്നെ. അപ്പോൾ ഞാൻ ലിറ്ററലി പറയുന്നത്, നമുക്ക് എന്താ പറയുക, എത്ര കഴിവുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾ ചുറ്റും നോക്കിയാൽ നമ്മളെക്കാളും കേമന്മാർ ചുറ്റും തന്നെ ഉണ്ട്. അപ്പോൾ അഹം എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാവർക്കും വരാൻ സാധ്യതയുള്ളൊരു ഫീലിംഗ് ആണ്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള, പ്രകൃതിയെ നോക്കിയാൽ മതി, നമ്മൾ ആരുമല്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ ഒരു എൻ്റെതായ ഒരു ഇന്റർപ്രിട്ടേഷനാണ്. നമ്മളൊന്നും കൊണ്ടുവരുന്നുമില്ല, അതെ, കൊണ്ടുപോകുന്നുമില്ല. അപ്പോൾ നമുക്ക് ലെറ്റ് ബി ഗ്രൗണ്ടഡ് ആൻഡ് ഡു ബെറ്റർ. നമുക്ക്